സർ നമസ്കാരം. ട്രംപ് കഴിഞ്ഞ ദിവസം നമസ്കാരം. ഇന്ത്യ ഡെഡ് എക്കോണമി ആണെന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം രാഹുൽ ഗാന്ധി നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതിലെന്താ സംശയം, അതിൽ യാതൊരു സംശയവുമില്ല, അത് അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പോലും രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ വളരെ വളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഗ്രോത്തിൽ 4-ാം സ്ഥാനത്താണ്. അതായത് വളരെ പെട്ടെന്ന് അഭൂതപൂർവമായിട്ടുള്ള രീതിയിൽ വളർച്ച കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ലോകമാകെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എല്ലാവർക്കും ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വരുന്നത്. പറയുന്നതിന് എന്തെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അതുണ്ട് എന്നുള്ളത് തോന്നുന്നതേയില്ല. പക്ഷേ അദ്ദേഹം ഈ പറയുന്നതൊന്നും ശരിയല്ല. ഇത് അദ്ദേഹത്തിനെ തിരുത്താൻ അവിടെ ആരുമില്ലേ? ഇങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്? ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്കുണ്ട്. എന്താണ് സാർ അതിനൊരു മറുപടി? അതിനെ പറ്റി ശരിക്കും പറയാൻ സംസാരിക്കുമ്പോൾ നമുക്ക് വിഷമത്തോടു കൂടിയേ സംസാരിക്കാൻ പറ്റില്ല. കാരണം പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇത്തരത്തിലൊരു ഗതികെട്ടവനാണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവെന്ന് വേറെ ആരും ചോദിച്ചാൽ നമുക്കത് തലയാട്ടി സമ്മതിക്കേണ്ടി വരും. കാരണം ഇയാളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു രീതിയിലും ഒരു രാജ്യത്തിന്റെ നെറുകയിലോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവായിട്ടോ ഇരിക്കാൻ ഒരു കാരണവശാലും യോഗ്യതയില്ലെന്നുള്ള കാര്യം ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളീ പറയുമ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് അത് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റാണ്. അത്രയ്ക്ക് ഗൗരവമുള്ളതും അതിനെക്കാട്ടിൽ വലിപ്പത്തിൽ അറിവുള്ളതും. അത് ഇന്ത്യക്ക് അകത്ത് ഇന്ത്യയെ പറ്റി അറിവും ലോകക്രമത്തെ പറ്റി അറിവുള്ള ആളും ആയിരിക്കണം. അത്തരത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആയിരിക്കുകയും ചെയ്യണം. ആ സ്ഥാനത്താണ് ഇയാൾ ഓരോ ദിവസവും വന്ന് ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഞാൻ പൊട്ടനാണെന്നുള്ള കാര്യം അയാൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഞാൻ ഇന്ത്യ വിരുദ്ധനാണെന്നുള്ള കാര്യം അയാൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ അയാൾ ഇന്ത്യ വിരുദ്ധനാണ് എന്നുണ്ടെങ്കിൽ ആ ഇന്ത്യ വിരുദ്ധത ഇന്ത്യയെ പോലുള്ള ഒരു മഹാരാജ്യത്ത്, അല്ലെ, രാജ്യസ്നേഹികൾ, രാജ്യത്തുടനീളമുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ രാജ്യസ്നേഹികളായിരിക്കുമ്പോൾ ആ രാജ്യത്തിന് ഉതകുന്ന ആളിനെ വേണം ആ രാജ്യത്തിന്റെ നെറുകയിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ ഒരു രാജ്യവിരുദ്ധനാണെന്ന് പറയുകയും പ്രവർത്തിക്കുകയും അത് ജനങ്ങൾക്ക് മനസ്സിലാകുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ അയാൾ അങ്ങനെ ഇന്ത്യയുടെ നേതാവ് അത്തരത്തിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പൊ ആ രീതിയിൽ അയാൾ ഒരു നല്ല പൊട്ടനാണെന്ന് എനിക്ക്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ആർക്കോ വേണ്ടി ചെയ്യുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഈ നിലപാടുള്ള ആണ് പ്രതിപക്ഷ നേതാവെങ്കിൽ അയാൾ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരനല്ലല്ലോ, രാജ്യസ്നേഹി അല്ലല്ലോ, രാജ്യവിരുദ്ധനാണല്ലോ. അപ്പം ഞാൻ രാജ്യവിരുദ്ധനാണെന്ന് ഈ ഇദ്ദേഹത്തിനെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂട്ടുകാരെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു പ്രവർത്തനം എന്ന് നമുക്ക് വിചാരിക്കേണ്ടത്. അപ്പൊ അത് കേട്ടത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞു ഇന്ത്യൻ എക്കണോമി ഡെഡ് ആന്ന് പറഞ്ഞപ്പോ ശരിയാണ് ശരിയാണ്, ട്രംപ് ഇപ്പൊ ഒരു സത്യം പറഞ്ഞു, ഇതുവരെ പറഞ്ഞ എല്ലാം കള്ളമായിരുന്നു, ഇപ്പൊ ഒരു സത്യം പറഞ്ഞ് പുള്ളി വലിയ ആഘോഷമൊക്കെ. അവസാനം തലയെ കൈവച്ചുകൊണ്ട് വിവരമുള്ള കോൺഗ്രസ്സുകാർ വന്ന് പരസ്യമായിട്ട് പറയേണ്ടി വന്നു, അയാൾ പറഞ്ഞല്ലോ ശരി, ഇതാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് 2-3-4 ദിവസം മുമ്പേ ഈ പ്രേക്ഷകർ ഇത് കേൾക്കണം. നമ്മൾ ഈ പറയുമ്പോൾ പ്രതിപക്ഷത്തെ ഇത് പറയുമ്പം രാഹുൽ ഗാന്ധി പണഞ്ഞതാണ് ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ കീഴിൽ വരും. കാരണം ഈ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ ചോറും മേടിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ശ്വാസവും അല്ലെങ്കിൽ ഇന്ത്യ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ഇവിടെ ഒറ്റുകൊടുക്കാൻ നിൽക്കുന്ന ചിലവന്മാർക്കുണ്ട്. അന്നേരം ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതാണോ ശരി എന്നുള്ള കാര്യത്തെ പറ്റി ഇയാൾ കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ത്യൻ എക്കണോമിയുടെ പ്രശ്നത്തിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാണ്, ഡെഡ് ആണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ അദാനിയുമായിട്ടുള്ള ബന്ധം, അംബാനിയുമായിട്ടുള്ള ബന്ധം, വ്യവസായികളില്ലാത്ത രാജ്യമൊക്കെ. ഇയാൾ ചെണിയാന്ന് പറഞ്ഞ ഇപ്പം അമേരിക്കയിലാണല്ലോ ലോകത്തെ ഏറ്റവും ആദ്യത്തെ 50 വ്യവസായികളിൽ 28 പേരും ഉള്ളത്. അതിനകത്ത് അവിടെ കോടീശ്വരൻ, ഒന്നാമത്തെ കോടീശ്വരൻ തൊട്ട് അല്ലെങ്കിൽ 25-50 കോടീശ്വരന്മാർ, 28 കോടീശ്വരന്മാർ ആദ്യത്തെ ഉള്ളത് അമേരിക്കയിൽ. അപ്പൊ അമേരിക്ക വേണ്ടേ? ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ രണ്ടാമത്തെ കോടീശ്വരനായിട്ട് ഇപ്പൊ ഇരിക്കേണ്ട അദാനി, അംബാനി, അല്ലെങ്കിൽ അത് അറിയാമല്ലോ, അംബാനി അദാനി, അല്ലെങ്കിൽ അദാനിയുടെ കാര്യത്തിന് ഇയാളല്ലേ പോയി പറഞ്ഞത് അവിടെ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് ആ രണ്ടാമത്തെ കോടീശ്വരനായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് പ്രസ്ഥാനം, അങ്ങനത്തെ ഒരു സാഹിബിന്റെ പ്രസ്ഥാനം അവർ കൊണ്ടുവന്ന റിപ്പോർട്ടിന് ശരിയാണെന്ന് പറഞ്ഞ് ഈ രണ്ടാമതായിട്ട് ഇരുന്ന നമ്മുടെ രാജ്യത്തെ വ്യവസായി ആയിട്ടുള്ളവനെ ഇപ്പൊ 16-ാമത് കൊണ്ടുവന്നതിന് ഏറ്റവും മുമ്പിൽ നിന്ന് അച്ചാരം പിടിച്ച ആളായി പറഞ്ഞ രാഹുൽ ഗാന്ധി. അറിയാവോ?
നല്ല ഇന്ത്യ സ്നേഹം. എന്നിട്ട് അയാൾക്ക് ഏതാണ്ട് കുഴപ്പമാണ്, അയാൾ വ്യവസായം ചെയ്ത് കാശുണ്ടാക്കുന്നത് ഇന്ത്യക്കാരനായതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഇതാണ് ഇയാളുടെ പരിപാടി. എന്നാ ഒന്ന് ധോനിയായിട്ടുള്ള ബന്ധം. രണ്ട്, നോട്ട് നിരോധനം. അയാൾ കണ്ടുപിടിച്ച ഒരു സാധനമാണ് നോട്ട് നിരോധനം. നോട്ട് നിരോധനം എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ ഇപ്പോഴും ഇയാളുടെ ആ ഭാഗമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെന്ന് പറയുന്ന ചിദംബരം ഇപ്പൊ ധനകാര്യമന്ത്രിയായിട്ടിരുന്നപ്പോ ഇന്ത്യയുടെ നോട്ട്, പാകിസ്ഥാന്റെ നോട്ട് ഒരു പ്രസ്സിൽ അടുപ്പിച്ചിട്ട് ചിദംബരത്തിന് ആവശ്യമായിട്ടുള്ളത് നോട്ട് അടിച്ച് അവന്റെ വീട്ടിൽ വെച്ചിട്ട് മതമൂല്യവാദികളുടെ നോട്ട് അടിച്ചു കൊടുത്ത് റിസർവ് ബാങ്കിനകത്ത് നമ്മുടെ ഇന്ത്യ അടിക്കാത്ത പാകിസ്ഥാൻ അടിച്ച നോട്ട് കയറ്റി വിട്ട് പിടിച്ച ഇന്ത്യ മഹാരാജ്യമായത്. അവിടെ അന്നേരം നോട്ട് നിരോധനം എന്തിനാന്ന് ചോദിച്ചത്. എന്താണെന്നറിയോ? ഇന്ത്യയിലെ എക്കണോമിയുടെ നമ്മൾ അടിച്ച നോട്ടിനെക്കാട്ട് 40% നോട്ട് കള്ളനോട്ട് ഉണ്ടായിരുന്നു എക്കണോമി. അതിനായി നരേന്ദ്രമോദി നോട്ട് നിരോധനം നടത്തിയത്. അത് പിടിച്ചു, ഉള്ള നോട്ട് തിരിച്ചു. അന്നേരം ഇവിടുത്തെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് നമുക്ക് ഗവൺമെന്റ് 100% നോട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടെ കള്ളനോട്ട് ഇരിക്കുന്നത്? ആ 100% നോട്ട് തിരിച്ചു വന്നതിനകത്ത് തിരിച്ചു വരാത്ത 40% നോട്ട് വീണ്ടും ഇവിടെ അവിടെ എവിടെയും ചാക്കിനകത്ത് കിടക്കുക. കനാലിൽ കിടന്നില്ലേ, തോട്ടി കിടന്നില്ലേ, പലയിടത്തൊന്നും പിന്നെ പിടിച്ചില്ലേ. ഈ നോട്ട് എവിടുന്ന അടിച്ചേ? ഈ നോട്ട് എവിടുന്ന തിരിച്ചു വന്ന? 100% നോട്ട് തിരിച്ചു വന്നെങ്കിൽ ആ നോട്ട് എവിടുന്ന? ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ ഈ കേരളത്തിൽ മാത്രം 30,000 കോടി രൂപയുടെ നോട്ട് ഇരിപ്പുണ്ട്. ഇന്ന് രഹസ്യാന്വേഷണ സംവിധാനത്തിൽ അല്ലെങ്കിൽ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ട് പഴയ നോട്ട്. അപ്പൊ അത് എവിടുന്ന? ആരുടെ നോട്ടാ? എവിടുന്ന? ഇതിനു വേണ്ടി നോട്ട് തരുന്ന അതുപോലെ GSTക്കകത്ത് വലിയ കുഴപ്പം പറഞ്ഞാൽ ശരിയാണല്ലോ. ആദ്യം 50,000 കോടി രൂപ വന്നത്, പിരിഞ്ഞു വന്നു. പിന്നെ അത് 1 ലക്ഷം കോടി രൂപയായി. അത് കഴിഞ്ഞിട്ട് 1.5 ലക്ഷം കോടി രൂപയായി. ഇപ്പൊ 2 ലക്ഷം കോടിക്ക് അപ്പുറം പോകും. അടുത്ത ഒരു 2-3 കൊല്ലത്തിനകം അത് 5 ലക്ഷം കോടി. കാരണം ടാക്സ് പുള്ളി പിരിച്ചു വരുന്നില്ല. ഇന്ത്യക്ക് ഗുണമില്ലയോ? ഇന്ത്യക്ക് പുരോഗമനം ഉണ്ടാവുമല്ലോ. അത് പുള്ളിക്ക് അസ്വസ്ഥമാക്കുന്നത് ഒന്ന് പുള്ളി കണ്ടുപിടിച്ച്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാ ട്രംപ് പറഞ്ഞത് പലവട്ടം താരിഫുമായിട്ട് ചർച്ച ചെയ്തു. താരിഫ് നമ്മൾ ചുമത്തുമെന്ന് പറഞ്ഞു, റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റഷ്യ താങ്ങരുതെന്ന് പറഞ്ഞു. ഇതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ അയാള് ഇപ്പം വ്യാപാര കരാറിന് അവിടെ ചെന്നിട്ട് ചർച്ച ചെയ്തപ്പോഴും നമ്മുടെ താല്പര്യങ്ങളെ കൂടി സംരക്ഷിക്കാതെ നമ്മൾ തിരിച്ചു പോന്നപ്പം ഈ ആഗസ്റ്റ് 25-ാം തീയതി വീണ്ടും ചർച്ച ചെയ്യാൻ ഇവിടെ വരുമ്പോൾ വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഡെഡ് പറയുന്നത് പോലെ എക്കണോമി ആണെങ്കിൽ എന്തിനാടോ ഇയാൾ 25-ാം തീയതി ഇവിടെ വരുന്നത്? എന്തിനായിട്ട് ഡെഡ് എക്കണോമി ഉള്ള രാജ്യത്ത് വന്നിട്ട് ചർച്ച ചെയ്യുന്നത്? പ്രയോജനമുള്ളിടത്ത് പോയി ചർച്ച ചെയ്താൽ പോരെ? ഇപ്പൊ ഡെഡ് എക്കണോമി ആണോ? അല്ലല്ലോ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഇപ്പം IMF ഉൾപ്പെടെ 2027-ൽ ഈ പറയുന്ന 3-ാം സ്ഥാനത്തേക്ക് വരുമെന്ന് ഇന്ത്യൻ അല്ലെങ്കിൽ IMF ഉൾപ്പെടെയുള്ളത് പറയുമ്പോൾ എവിടെ ഡെഡ് എക്കണോമി? എവിടെ ഈ പറയുന്ന പോലെ എക്കണോമിക്കൽ അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഡെഡാന്ന് പറയുന്നത്? ഇന്ത്യൻ എക്കണോമി ഡെഡ് ആയിട്ടാണോ IMF പറയുന്നത് 2027-ൽ ഈ പറയുന്ന പോലെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളല്ലല്ലോ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഇപ്പോഴത്തെ പഠനം അനുസരിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പഠനം അനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടായ GDP ഗ്രോത്ത് എവിടെയായിരുന്നു? നമുക്കല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച ഏത് രാജ്യത്തിനായിരുന്നു? ഇന്ത്യക്കായിരുന്നു ലോകത്ത് പരിശോധിക്കും 6.5. അമേരിക്കയ്ക്ക് 2.5% ഉള്ളൂ. അപ്പോഴെങ്ങനാ ഇവിടുത്തെ എക്കണോമി ഈ പറയുന്ന പോലെ ഡെഡ് ആണോ? ഇവിടുത്തെ ഞാൻ ചോദിച്ചല്ലോ, നേരത്തെ ചോദിച്ചതുപോലെ ഒരു കാര്യം ചോദിക്കും. 25-ാം തീയതി വീണ്ടും നമ്മുടെ വ്യാപാര കരാർ വീണ്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ഇവിടെ വരുന്നത് എന്തിനാ? നമ്മുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഡെഡ് എക്കണോമി ആയിട്ടാണോ? ഇവിടെ വാങ്ങൽ ശേഷി കൂടുതലായതുകൊണ്ട് അമേരിക്കയുടെ സാധനം മേടിക്കണമെങ്കിൽ കരുത്തുള്ള രാജ്യം വേണം. അമേരിക്ക സാധനം വിൽക്കാൻ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം അമേരിക്കയുടെ ഉൾപ്പെടെയുള്ളവരുടെ ജനസംഖ്യക്ക് അപ്പുറം 140 കോടി ജനത്തിനപ്പുറം ഉണ്ട്. ഇവിടെ കാശുള്ളവരുണ്ട്. അമേരിക്കയുടെ സാധനം കൊണ്ട് കൊടുത്താൽ വില കൂടുതൽ അത് മേടിക്കാൻ കഴിവുള്ളവനുണ്ട്. അപ്പൊ അവന്റെ സാധനം വിൽക്കാൻ പ്രാപ്തമായിട്ടുള്ളതാണ്. അവൻ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുവച്ച് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചൈനയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ മാനുഫാക്ചറിംഗിൽ മുമ്പ് നിൽക്കുമ്പോൾ ചൈന ഒരു കാര്യം ചെയ്യും. ചൈനയ്ക്ക് വേണ്ട സാധനം ചൈനക്കാരൻ്റെ തന്നെ അവൻ മേടിക്കും. അവൻ എല്ലാ സാധനവും അവന്റെ തന്നെ മേടിച്ച് അവന് വേണ്ട സാധനം അവൻ ഉത്പാദിക്കും. വേറെ രാജ്യത്ത് നിന്ന് മേടിക്കുന്ന ഒരു സ്വഭാവമില്ല. ഇപ്പൊ ഇവിടെ വല്ല വാങ്ങൽ ശേഷിയുണ്ട്, അതിന് കരുത്തുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇത്രയും ജനസംഖ്യ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അമേരിക്കയിൽ നിന്ന് സാധനം. അപ്പൊ അങ്ങനത്തെ ഉള്ള രാജ്യമുണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ ഇവിടത്തേക്ക് വരുന്നത്, ഇവിടെ ചർച്ച ചെയ്യുന്നത്. വേറെ എന്താ ഉള്ള രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാത്ത? അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളുമായിട്ട് താരിഫിനകത്ത് ചർച്ച ചെയ്യാത്ത? എന്നിട്ട് എങ്ങനെ ഇവിടെ എക്കണോമി ഡെഡ് എന്ന് പറഞ്ഞു? ഈ എക്കണോമി ഡെഡ് ആയിട്ടാണോ ഇങ്ങനെ വരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന സാമ്പത്തിക വളർച്ച ഉള്ളതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 2017-ന് മുമ്പ് 1.7 ട്രില്യൺ US$ GDP ഉണ്ടായിരുന്നിടത്ത് 4.3 ട്രില്യൺ GDP-യിലേക്ക് വന്നപ്പോൾ സാമ്പത്തിക വളർച്ച ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ മുമ്പേ പറഞ്ഞത് 27 ആകുമ്പോഴത്തേന് 3-ാമത്തെ ലോകശക്തിയാവും എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോക റെക്കോർഡുകൾ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഏജൻസികൾ പറയുന്നത് ഈ പറയുന്നത് പോലെ ഇന്ത്യക്ക് സാമ്പത്തിക വളർച്ച ഇല്ലാഞ്ഞിട്ടാണോ? ഇന്ത്യയുടെ എക്കണോമി ഡെഡ് ആയിട്ടാണോ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. അയാളുടെ ദേഷ്യത്തിന് പറഞ്ഞു,
അയാൾ പറയുന്നത് കൊണ്ട് കുറെ സാമ്പത്തിക നമ്മുടെ എക്കണോമി ഡെഡാന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ഷെയർ താഴുകയും നമ്മുടെ സാമ്പത്തിക സംവിധാനം താഴുകയൊക്കെ താഴ്ന്ന ചെയ്തോട്ടെ. കാരണം ഞാൻ പറയുന്നത് ഇവരെ കേൾക്കുന്നില്ല. അതിന്റെ കൂടെ ഇയാളുടെ കൂടെ എന്താ പറയാ, സാമ്പത്തിക എക്കണോമി തകർന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെ പോയി കിടക്കും? ഇയാൾക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കും? നമ്മൾ ഈ കേൾക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെയുള്ള നമ്മൾ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പരിശോധിക്കട്ടെ. ഇയാൾ ഈ പറയുന്ന കാര്യം ശരിയായെന്ന് പരിശോധിക്കട്ടെ. നമ്മൾ പറയുന്നതാണോ, അല്ലെങ്കിൽ ലോകക്രമം പറയുന്നതാണോ നമ്മുടെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ GDP നമ്മുടെ സംവിധാനങ്ങളും, അല്ലെങ്കിൽ 2024 മൂന്നാം സ്ഥാനത്ത് വരുമെന്നൊക്കെ പറയുന്നത് ലോകം പറയുന്നതാണ്, ലോകത്തിന്റെ സ്റ്റഡിയാണ്, അത് വെളിയിൽ വിട്ടിട്ടുള്ള പഠനങ്ങളാണ്. അല്ലെങ്കിൽ അത്രയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഡെഡ് ആണെന്ന് പറയുന്നത്. അത് ഇന്ത്യക്കകത്ത് നിന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവ് ശത്രുവിന് പോലും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. നമ്മുടെ ശത്രു ആരാ? പാകിസ്ഥാന് പോലും ഇതുപോലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ല എന്ന് നമ്മുടെ പ്രാർത്ഥന. കാരണം ഇതുപോലൊരു സാധനം ഉണ്ടായിരുന്നു ഈ പറയുന്ന അവിടെ ഇതൊരു പ്രധാനമന്ത്രി, ഏതാണെന്നറിയോ? ബിലാവൽ ഭൂട്ടോ. അവിടുത്തെ പപ്പു എന്ന് അറിയപ്പെടും, പാകിസ്ഥാനിലെ പപ്പു. വിവരൊക്കെ ഉണ്ട്, സംസ്ഥാന കമ്മിറ്റി അവിടുത്തെ. ഇതിനെ അങ്ങോട്ട് വിടാമെങ്കിലേ നല്ലതാണ്. എന്ന് പറഞ്ഞാല് ഇയാളെ ലോകത്ത് എവിടെങ്കിലും നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ദേഷ്യമുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലേക്കോ അങ്ങ് സ്ഥാപിച്ചാൽ മതി. നമ്മുടെ ഈ രാഹുൽ ഗാന്ധി ആ രാജ്യം നശിച്ച് വെച്ച് വെണ്ണീറാം. അപ്പം നമുക്ക് ഈ പറഞ്ഞ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വിചാരിക്കുന്നത് പോലെ ഇന്ത്യയെ നാറ്റിയാൽ, ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ ഇല്ലായ്മ ചെയ്യാൻ, ഇന്ത്യ അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളുടെ കൂടെ നിന്നാൽ അതാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്നും, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ കാര്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞതിന് മറുപടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു MP പറഞ്ഞതുപോലെ ഞാൻ ഓർക്കും, ഇദ്ദേഹത്തിന് ശത്രുത കൊണ്ട് സംഭവിക്കുന്നുണ്ട്, ചിത്തഭ്രമമായിക്കൊണ്ട് ശത്രുത കൊണ്ട്. കാരണം ഇയാൾ നോക്കുന്നു എനിക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റുന്നു, ഒരു രീതിയിലും പറ്റുന്നില്ല. അയാൾക്ക് മോദിയോടുള്ള ദേഷ്യം രാജ്യത്തോടാവുന്നു. ആ രാജ്യത്തോടുള്ള ദേഷ്യമാണ് ഇപ്പൊ അയാൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത്, നമ്മൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇയാളെ വളരെ കൃത്യമായിട്ട് കൊണ്ട് ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കും. കാരണം ഇയാളുടെ കുഴപ്പങ്ങളെ പറ്റി ഇയാൾ ബോധ്യപ്പെടുത്തുക. കാരണം ആഗ്രഹം കൊണ്ട് ഉണ്ടായ ഒരു ചിത്തഭ്രമവും കുഴപ്പവും, അതായത് ശരിയായ ഭാഷയെ പറഞ്ഞ വട്ടായി. പ്രധാനമന്ത്രി ആവുമോ നോക്കി, ആവാതെ വന്നപ്പോൾ വട്ടായി. കാണുന്നവരോടുള്ള ദേഷ്യമായി. അങ്ങനത്തെ ഒരു സംഭവം. അതാണ് ഈ നാടൻ ഭാഷയെ പറഞ്ഞത്, അല്ല പിന്നെ ഈ വളം നീട്ടി പറയുകയൊന്നും വേണ്ട. അതായത് ഇയാൾക്ക് സാധിക്കത്തില്ലെന്നുണ്ടോ വട്ടായി. ഇപ്പൊ ഇന്ത്യ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഇന്ത്യ ചീത്ത പറയുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം ചോദിച്ചാൽ അവരെ ചീത്ത പറയുക, BJP കാര്യം ചോദിച്ചാൽ അവരെ ചീത്ത പറയുക, കണ്ണി കാണുന്നതിനെല്ലാം ചീത്ത പറയും. ഇനിയിപ്പോ ഇവരുടെ പാർട്ടിക്കാരെ കൊണ്ട് ചീത്ത പറയും. ഇത് കൂടി വരും. പാർട്ടിക്കാരെ കൊണ്ട് ചീത്ത പറയും. ഇപ്പൊ തന്നെ അവർ തള്ളി തുടങ്ങി കേട്ടോ. എങ്ങനെ തള്ളു അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയൂല. ഇപ്പൊ ഇന്നലെ തിരിച്ചു പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിയും പാർട്ടിക്കാർ പറയും ഇയാളെ മാറ്റി തീരുമാനിക്കണം. കാരണം ഇത് അവര് ഇപ്പൊ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി നാളെ ഉണ്ടാവും. നാളെ കാലത്ത് ഇതൊന്നും ഉണ്ടാവത്തില്ല. ഇയാൾ മുഖാന്തരം ഈ പാർട്ടി നാറാണക്കല്ലായി പോയി, ഇതിനകത്ത് നിന്നിട്ടും കാര്യമില്ലെന്ന് പറയും. പിന്നെ പറയുന്നതിനെന്തു? പണ്ടില്ല രാജാവിനെ മുഴുവൻ കളയായിട്ട് നിർത്തിയപ്പോ കൊച്ചിറക്കം പറഞ്ഞ പോലെ രാജാവ് നഗ്നനാ, നിങ്ങൾ മുണ്ടെടുത്ത് കൊടുക്കാൻ പറഞ്ഞ പോലെ പറയും. ഇയാളെ മാറ്റിയിട്ട് കോൺഗ്രസിനെ വിട്ടാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് പറയും. അങ്ങനത്തെ ഒരു കഥയുണ്ട്, അതറിയാം. ഇതുപോലെ പൊട്ടനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളെ വെച്ചിട്ട് എല്ലാവരും ആസ്വദിക്കുമായിരുന്നു. ഇയാളെ ഇപ്പം വെച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ രാജാവ് പറയും, രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് മന്ത്രി പറയും, അല്ലെങ്കിൽ ഈ രാജഗുരു പറയും, മറിച്ചവർ നല്ല പൊട്ടനാ പറയും, അയ്യോ ഇങ്ങനത്തെ എത്രയും സൗന്ദര്യമുള്ള ആരുണ്ട്, ഇങ്ങനെ കരുത്തുകൊണ്ടല്ലേ ഈ രാജ്യം നിൽക്കുന്നത്, അങ്ങേ കണ്ടാൽ എല്ലാവരും തൊഴത്തില്ലേ, മറ്റേ കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഇയാൾ ഈ പൊട്ടൻ രാജാവിനെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇയാളെ വീണ്ടും ഉമ്മരെല്ലാം കൂടി തീരുമാനിച്ചു നല്ലതുപോലെ ഒന്ന് കളിയാക്കണം, പരിപാടി നടത്തണം എന്നൊക്കെ തീരുമാനിച്ചപ്പോ പറഞ്ഞ അങ്ങേക്ക് ഒരു വലിയ വില കൂടിയ, ലോകത്ത് ആരും ഇട്ടിട്ടില്ലാത്ത ഒരു വലിയ വസ്ത്രം ഞങ്ങൾ പണി കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊണ്ടുവന്ന് നല്ല മര്യാദയ്ക്ക് കിരീടവും ചെങ്കോലും മറ്റേതും മറിച്ചതും രാജാവിന്റെ വസ്ത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ കണ്ടിട്ടില്ലേ, ചിത്രകഥയിലൊക്കെ കണ്ടിട്ടില്ല. കൊണ്ടുവന്ന അയാളെ അവിടെ നിന്നപ്പോ ഈ പൊതുമധ്യത്തിൽ വെച്ച് ഇയാളെ ഇതെല്ലാം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എല്ലാം ഊരി വെച്ചിട്ട് വേറൊരു വസ്ത്രം ഇടുന്നതായിട്ട് ഇങ്ങനെ ആംഗി ഒക്കെ കാണിച്ചു മന്ത്രിമാരും മറ്റവരും മറിച്ചവരും എല്ലാം. ഈ പൊട്ടൻ വിചാരിച്ചു എനിക്ക് പുതിയ ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ഇട്ടേക്കും, അങ്ങനെ മുഴുവൻ കളയായിട്ട് അവിടെ നിർത്തി ഈ രാജസദസ്സിൽ. അപ്പൊ എല്ലാവരും എന്നിട്ട് രാജാവിന്റെ വസ്ത്രം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് ഇയാളത് വിചാരിച്ച് ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുക. നേരെ ഒരു ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞു പറഞ്ഞ് രാജാവ് ആ മുഴുവൻ കാളയായിട്ട് നിൽക്കുന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഇയാള് മുഴുവൻ കാളയാണ്, ഈ രാഹുൽ ഗാന്ധി മുഴുവൻ കാളയാണ്, ഇയാളൊരു നല്ല പൊട്ടനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തും അല്ലെങ്കിൽ കോൺഗ്രസിനകത്തും ആളില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവാത്ത ഈ പൊട്ടൻ രാജാവിന് 5 വയസ്സുള്ള കുഞ്ഞു പറഞ്ഞപ്പോ മനസ്സിലായി, ഞാൻ മുഴുവൻ കളയായിട്ട് നിൽക്കുക, ഇനി എനിക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റില്ല, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് ആ രാജാവിന് അന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇത്രയും കാലമായിട്ടും പറഞ്ഞു കൊടുക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ, മനസ്സിലാവാത്തത് കൊണ്ടാണോ, ഏതായാലും ഞാൻ ഉൾപ്പെടെ പ്രീതി ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ പ്രതിപക്ഷ നേതാവ് ആക്ഷേപമാണ്, അപമാനമാണ്, മോദിക്ക് പോലും ഒരു അപമാനമാണ്. കാരണം മോദിക്ക് അപമാനം എന്ന് പറഞ്ഞാൽ മോദിയെ ലോകത്തിന്റെ നിറയെ അംഗീകരിക്കുന്ന
ഒരാളാണ്. ലോകത്തിന്റെ നെറുകയിൽ അംഗീകരിക്കുന്ന ഒരാളിന്റെ എതിരായിട്ട് നിൽക്കുന്ന ലോക പൊട്ടന എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഒരു ഗതികേട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരാനുണ്ടോ? നമ്മുടെ ശത്രു പോലും നമ്മളെക്കാട്ടിൽ ഒരു ഗ്രേഡ് കൂടുതലായിട്ടുള്ളവനെ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ വലിയ കക്ഷിയാവുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ശത്രുവിനെ തീരുമാനിച്ചാൽ റോഡേ പോകുന്ന കണ്ടകടച്ചാണി എന്റെ ശത്രുവാന്ന് തീരുമാനിച്ചാൽ ഞാൻ ആ ഗ്രേഡേ വരത്തുള്ളൂ. ഇപ്പൊ മോദിയുടെ അവസ്ഥ ഏതാ? ഈ പൊട്ടൻ ആ മോദിയുടെ ശത്രു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. പ്രധാനമന്ത്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആയിട്ട് വരുന്ന ആൾ പ്രതിപക്ഷ നേതാവില്ലേ? ഇയാളാ മോദിക്കെതിരായിട്ട് വരുന്നത്. മോദിക്ക് ആകെപ്പാടെ എല്ലാം കൂടെ ദൈവം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ കൊടുത്തേക്കുന്ന ഒരു ഗതികേട്. വേറെ എല്ലാവരും പുള്ളി വിജയമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ലോകത്തിന്റെ നെറുകയില് എല്ലാവരും അംഗീകരിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ എല്ലാം വിജയമാണ്. ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ മോദിന്റെ ശത്രുവായിട്ട് ഔദ്യോഗികമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ലോക പൊട്ടനെയാണ്, അല്ലെങ്കിൽ ഒരു വേർദോഷിയാണ്, ഒരു രാജ്യവിരുദ്ധനെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരാളിനെയാണ്. ആ രീതിയിലുള്ള ഒരു ഗതികേട് നമ്മൾ എല്ലാം കൂടെ പകവാൻ തരത്തില്ലെന്നാണ് പറയുന്നത്. എന്നൊക്കെ പണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. മോദിയുടെ അവസ്ഥ അതാന്ന് നമുക്ക് വിചാരിക്കും. ഏതായാലും ഈ ഇന്ത്യൻ എക്കണോമിയൊക്കെ വെല്ലുവിളിച്ച് പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. എത്ര നാൾ ഇങ്ങനെ വെല്ലുവിളിച്ച് നിൽക്കും, അല്ലെങ്കിൽ എത്ര നാൾ ഇങ്ങനെ കാണുമെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. എല്ലാവർക്കും ബോധ്യമായി അദ്ദേഹം പൊട്ടനാണ്. അദ്ദേഹത്തിന് മാത്രം ബോധ്യമാകാത്ത ഒരു കാര്യം. 34 ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം. ആ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ചാരം വാങ്ങിയെന്നോണം രാഹുൽ ഗാന്ധി ഇവിടെ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ പൊട്ടനാണ് എന്ന് പറയുമ്പോൾ ആ പൊട്ടനാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, മനഃപൂർവ്വം പൊട്ടനായി നടിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉടലെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇന്ത്യയെ എന്താ പറയുക, ഈ പറയുന്നത് പോലെ ഒരു തകർച്ചയാണ് ഇന്ത്യ എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് രാഹുൽ ഗാന്ധി പറയുന്നത് കൊണ്ട് ആരും അംഗീകരിച്ചും കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ് പോലും രാഹുൽ ഗാന്ധിക്കെതിരെ നേരെ തിരിഞ്ഞു പറഞ്ഞത് പോലും അതുകൊണ്ടാണ്. അത് അവർക്ക് കൂടി അപമാനമാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കൾക്ക് കൂടി അപമാനമാകുന്ന രീതിയിലേക്ക് മാറുകയാണ്. നന്ദി സർ.